ഹേയ്, ഇന്നൊരു വെണ്ടയ്ക്ക സാമ്പാറായാലോ? സാമ്പാറിൽ അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഇടാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, വഴുതിരിങ്ങ, പച്ചക്കായ, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക സാമ്പാറിന് വേണ്ട വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ, അപ്പോഴേ അതിൻ്റെ പശപ്പൊക്കെ പോകുള്ളൂ. അതിന് ശേഷം പരിപ്പ് നന്നായി കഴുകിയെടുത്ത് വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി, മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ച് ഉടച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം അപ്പുറത്തൊരു പാനിൽ കടുക്, ഉലുവ, ജീരകം എന്നിവ ഇട്ടിട്ട് നന്നായി വതക്കുക. പിന്നെ കുറച്ച് വറമുളക്, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസും വാരി അതിലിടാം. എന്നിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വതക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു സ്പൂൺ സാമ്പാർ പൊടി, ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഒന്ന് വതക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ വറുത്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കുക. വേഗം വേകാനായിട്ട് ഞാനത് കുക്കറിലേക്ക് മാറ്റിയിട്ട് കുക്കറിലേക്ക് മാറ്റി ഒരു വിസിൽ അടുപ്പിച്ചതിന് ശേഷം പുളി, പിന്നെ വേവിച്ച പരിപ്പ്, ഉപ്പ്, മല്ലിത്തള, കായപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ സൂപ്പർ സാമ്പാർ ഇവിടെ റെഡി. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനൊരു പപ്പടമൊക്കെ വറുത്ത് കുറച്ച് ചോറൊക്കെ എടുത്ത് അതിൽ ചാറൊക്കെ ഒഴിച്ച് അങ്ങനെ ആ പപ്പടവും കൂട്ടി ഞാൻ കഴിച്ചു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓണമൊക്കെ അല്ലേ വരാൻ പോണത്. സാമ്പാർ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കും, ഇഷ്ടപ്പെടും.